നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടമായ കലൂർ ഇൻഫോ പാർക്ക് റൂട്ട് ജൂൺ മുതൽ സർവീസ് തുടങ്ങുമെന്ന് KMRL അറിയിച്ചു. ഇൻഫോ പാർക്ക് റൂട്ടിലെ ആദ്യ 5 സ്റ്റേഷനുകൾ തയ്യാറായിട്ടുണ്ട്. പകുതിയിലേറെ ജോലി പൂർത്തിയായതായി KMRL അറിയിച്ചു. കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് പാളി തകർന്നു വീണു. ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് സ്ഥാപിക്കുമ്പോഴായിരുന്നു അപകടം. റോഡിൽ വണ്ടികളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചു. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേട്ടിട്ട് നിർബന്ധമാക്കിയുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് മരവിപ്പിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെയുള്ള അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടിട്ട് നിർബന്ധമാക്കിക്കൊണ്ട് ജനുവരി 1 വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ അധ്യാപക സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഇന്ത്യൻ ഏകദിന ടീം പ്രഖ്യാപനം ഇന്ന്. ശ്രദ്ധാകേന്ദ്രമായി സഞ്ജുവും പന്തും. ന്യൂസിലാൻഡിനെതിരായി വരാനിരിക്കുന്ന 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI ഇന്ന് പ്രഖ്യാപിക്കും. ഫെബ്രുവരിയിൽ നടക്കാനിരുന്ന T20 ലോകകപ്പിന് മുന്നോടിയായുള്ള നിർണായക പരമ്പരയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.